മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. എവിടെയാണ്? കുടപ്പുന്നയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് കൊടുപ്പുന്ന. ഇന്ന് നമ്മളൊന്നുകൂടെ തകർക്കും. ഒരു ഡൗട്ടും ഇല്ല കേസില്. തുടങ്ങാം. വാ. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ പുതിയ ഒരു അധ്യായം ഇന്നതാ ഇവിടെ ആലപ്പുഴ ജില്ലയിലെ കുടപ്പുന്നയിലാണ്. നമസ്കാരം. ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇതാ ഈ കൂടിയിരിക്കുന്നതിന്റെ എല്ലാത്തിന്റെയും കാരണം. അവർക്ക് ആദ്യം തന്നെ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഒരു ബിഗ് താങ്ക്സ്. കുടപ്പുന്നയിലെ സൂപ്പർ ബമ്പറിന് ആവേശം പകരാൻ ഒരു നാടൻ പാട്ട് തന്നെ ആകാം ആദ്യം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ പേര്? വിമൽ ബാബു. വിമൽ ബാബു ആണ് അതിന് റെഡി ആയിട്ട് നിൽക്കുന്നത്. വിമൽ ബാബു മാത്രമല്ല, എല്ലാവരും അതിന് തയ്യാറായിട്ടല്ലേ നിൽക്കുന്നേ? എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങും വച്ചാ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊല്ലിച്ച് കാതുകുത്താനെപ്പ വരും നിന്നമ്മവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. അടിപൊളി, നല്ലൊരു കൈയടി. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എന്താണ്? സി കേരളം സൂപ്പർ ബമ്പറിന്റെ ആദ്യത്തെ മത്സരാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള ലോട്ട് ഇവിടെ റെഡിയാണ്. ഇതിൽ നിന്ന് ഒരാളെ ലോട്ട് എടുത്താൽ മതി. ഇതിനെല്ലാം മുമ്പ് 25,000 രൂപ വരെ സമ്മാനങ്ങൾ കിട്ടുന്ന 25,000 രൂപ സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു ഗെയിമാണ് സൂപ്പർ ബമ്പർ എന്ന് എല്ലാവർക്കും അറിയാലോ. 1000 രൂപ മുതൽ 25,000 രൂപ വരെ അല്ലേ? അപ്പൊ ഇതിന് ചെറിയ ചെറിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വന്നോളൂ. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു നിയമങ്ങളൊക്കെ അനുസരിച്ച് ഇവിടെ കുറച്ച് കിടിലൻ മത്സരങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കും 25,000 രൂപ. ആദ്യത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കണം. നമ്മൾ പതിവ് പോലെ പാട്ടും ലോട്ടുമാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാട്ട് പാടാൻ ഒരു പയ്യൻ വന്നാൽ നമുക്ക് ലോട്ട് കൊടുക്കാം, പാട്ടും പാടാം. ആരാത്? അവനാണെങ്കിൽ ഇങ്ങ് ഓടി വന്നേ. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു എന്നാ പേര്? അമൽ സി ബാബു. ബാബു എന്നാണോ പേര്? എത്രയിലാ പഠിക്കുന്നത്? 7C 7B 7A. അതിലൊരു കൺഫ്യൂഷൻ. അമൽ സി ബാബു സി കേരളം കാണാറുണ്ടോ? എന്ത് പ്രോഗ്രാമൊക്കെ കാണാറ്? അല്ലിയമ്പലാണ് കാണുന്നത് മുത്തേ. എന്തായാലും അമലെ അതിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ദേവൻ ചേട്ടനെയാണോ ഇഷ്ടം? എന്നാ ദേവൻ ചേട്ടൻ ഒരു ഹായ് കൊടുത്തേ. ഹായ് ദേവൻ. കണ്ട ദേവൻ ചേട്ടാ ഒരു ഹായ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചെലവ് എനിക്ക് വേണം. അപ്പൊ അമലെ
ഒരു പാട്ട് പാടി തരാണെങ്കിൽ പാട്ട് പാടിയിട്ട് നമുക്ക് ലോട്ട് എടുക്കാം. റെഡിയാണോ? ഏത് പാട്ടാ? ആപ്പരലി ഇപ്പരലാണോ പാടാൻ പോകുന്നത്? അപ്പൊ എല്ലാവർക്കും കൈയടിക്കാനുള്ള വകുപ്പായിട്ടുണ്ട്. തുടങ്ങിയാലോ? എന്താ പിന്നെ ഉഷാറാക്കല്ലേ? തുടങ്ങിക്കോ മോനെ, ഒന്നും നോക്കണ്ട. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലാണല്ല പുത്തനിടിയും പട്ടി മഴയുടെ ശക്തിയും പരുത്ത എൻ്റമ്മ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളപ്പമായി അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലാണല്ല. സൂപ്പർ സൂപ്പർ. നമുക്കിനി ലോട്ട് എടുക്കാം. അന്നത് തന്നോ, എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പേര്, അതായത് ഒരു ലോട്ട് എടുത്തിട്ട് ചേട്ടന് തന്നു. പെൺകുട്ടിയുടെ പേരാണ് അവൻ എടുത്ത് തന്നിട്ട് പോയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ജയശ്രീ, സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ മത്സരാർത്ഥി വന്നിരിക്കുന്നു. പേരിൽ തന്നെ ജയമാണ്. ജയശ്രീ, നമസ്കാരമുണ്ട്. നമസ്കാരം. നല്ലൊരു കൈയ്യടുത്തേ ജയശ്രീക്ക്. എന്ത് ചെയ്യുന്നു? തൊഴിലുറപ്പ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു. തൊഴിലുറപ്പുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഒരുപാട് കൂട്ടുകാരൊക്കെ കാണുമല്ലോ. ഇഷ്ടം. ഇവിടെ നിൽക്കുന്ന മുക്കാലും പേരെന്റെ കൂട്ടുകാരാണ്. മുക്കാലേ ഉള്ളൂ, ബാക്കി കാലോ? കാലൊക്കെ വീട്ടിലെ ബാക്കി കാൽശതമാനം വീട്ടിൽ വെച്ചിട്ട് വന്നേക്കാ. മുക്കാലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ മോനുണ്ട്, എന്റെ അമ്മ, മോനും ഞാനും മാത്രം. അമ്മ മരിച്ചുപോയി കഴിഞ്ഞ ദിവസം ഈ വെള്ളപ്പൊക്കത്തിന്. ആണോ? ഓ ഓക്കെ. മകന്റെ പേരെന്താ? ജയകൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? പുള്ളിക്കാരൻ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന, എറണാകുളത്ത് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. ആണല്ലേ? ഓക്കെ. ഡെയിലിയൊക്കെ വരുമോ? വരുന്ന ആള് തന്നെ. പേരെന്താ? ജയകൃഷ്ണൻ. ജയകൃഷ്ണൻ. ജയശ്രീ. ചേച്ചി ഇങ്ങനെ ഡാൻസ് പാട്ട് പരിപാടികളൊക്കെ ഉണ്ടോ? കൊച്ചിലെ ഉണ്ടായിരുന്നു. ഇപ്പൊ കളിച്ച ഭൂമി ചിലപ്പോ ഉരുളോ. അതാണ്, പ്രളയം വന്ന് പോയുള്ളൂ. ഇനി ഭൂമി കൂടി ഡാൻസ് കളിക്കുന്നതിനൊക്കെ നിർത്തി വെച്ചു. ഓക്കെ. നമുക്കെന്നാ ആദ്യത്തെ ലോട്ടിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. ജയശ്രീ ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. ആളിവിടെ റെഡി ആയിട്ട് നിൽക്കാണ്. ചേച്ചി, ഈ മുമ്പിലിരിക്കുന്ന പെട്ടി എന്താന്ന് മനസ്സിലായോ? ഒരു പെട്ടി മനസ്സിലായിണ്ടാവില്ല എന്തായാലും കാണുമ്പോ തന്നെ. അതെന്ത് പെട്ടിയായിരിക്കും? അത് നോട്ടുകളുടെ പെട്ടി. അതാണ് പണപ്പെട്ടി. പണപ്പെട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പണം കിട്ടാനുള്ള പണിയായിരിക്കും അതിലിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് നമ്മൾ പറയും? പണിപ്പെട്ടി എന്ന് പറയും. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ 1000 രൂപ 2000 രൂപയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ക്യാഷ് കിട്ടിയാൽ, അത്യാവശ്യം ക്യാഷ് കിട്ടി എന്ത് ചെയ്യും? അത്യാവശ്യം ക്യാഷ് കിട്ടിയ ഇപ്പൊ വെള്ളം ഒക്കെ കയറി ഇറങ്ങിയ സമയമല്ലേ, ആരെങ്കിലും അത്യാവശ്യക്കാരുണ്ടെ കുറച്ച് കൊടുക്കും, ബാക്കി എന്റെ ആവശ്യത്തിന് കൊടുക്കും. നല്ലൊരു കൈഡ് കൊടുത്തേ. അപ്പൊ 2 ഭാഗം ഓക്കെ. എന്നാ പിന്നെ ആദ്യത്തെ പണി എടുത്തേക്കാം. അതിൽ നിന്ന് ഒരു ലോട്ട് എടുത്തിട്ട് എനിക്ക് തന്നോ. വാ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തന്നിരിക്കുന്നത്. ഒരുപാട് ക്യാഷ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഗെയിം ചേച്ചിയുടെ പോലെ തന്നെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? ഈ പേരിന് അങ്ങനെ ചെറിയൊരു സാമ്യം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഈ ചേച്ചിനെ പോലെ തന്നെ ഉണ്ടല്ലോ, ആ ചേച്ചിനെ കാണാൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ 2-3 പേരുണ്ടല്ലേ? ഉണ്ടെങ്കിൽ റെഡിയാക്കാം. സംഭവം ഈ ഗെയിമിന്റെ പേര് സയാമീസ് ഗോൾ എന്നാണ്. ഈ സയാമീസ് ഇരട്ടകൾ എന്നൊക്കെ പറയുന്ന പോലെ 2 പേര് ഇവിടെ വേണം ചേച്ചി. എന്നിട്ട് 2 പേർക്കും കൂടി നമ്മളൊരു കോല് തരും. ഓക്കെ. ആ കോല് നമ്മളിങ്ങനെ വയറിൽ കുത്തിയിട്ട് 2 പേരും ബാലൻസ് ചെയ്ത് നിൽക്കണം. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഗോൾ പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇവിടെ ഒരു ഫുട്ബോൾ പോലത്തെ ഒരു വലിയ ബോളും പ്ലാസ്റ്റിക്കിന്റെ ബോളും തന്നിട്ടുണ്ടാവും. ഈ ബോള് ഈ കോല് നിലത്ത് വീഴാതെ ബാലൻസ് ചെയ്ത് തട്ടി കൊണ്ടുപോയി ഗോളാക്കുക. അതാണ് സയാമീസ് ഗോൾ എന്ന് പറയുന്ന ഗെയിം. ഇത് 120 സെക്കൻഡിൽ ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് കിട്ടും 1000 രൂപ. 1000 രൂപയുടെ ഗെയിമാണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ജയശ്രീ ചേച്ചി റെഡിയാണ്. കൂടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. എന്താ പേര്? സൗമ്യ രാധാകൃഷ്ണൻ. സൗമ്യ വളരെ സൗമ്യമാണ് എന്ന് എനിക്ക് കണ്ട വഴി മനസ്സിലായി. അത്ര സൗമ്യമൊന്നും അല്ല. എന്തായാലും ഗെയിം ഉഷാറാവും, അതെനിക്ക് ഉറപ്പായി. ഗെയിം ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ബാലൻസ് ചെയ്തിരിക്കുന്ന കോല് നിലത്ത് വീഴാതെ അവിടം വരെ എത്തണം. പോകുന്ന വഴിക്ക് ഈ ബോൾ ഒരെണ്ണം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഗോൾ അടിക്കണം. അവിടെ ഓറഞ്ച് നിറം കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ പോസ്റ്റാണത്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഗോൾ അടിക്കണം. ഒരു പാസ് സൗമ്യ ചേച്ചി ചെയ്താൽ രണ്ടാമത്തെ പാസ് ജയശ്രീ ചേച്ചി ആയിരിക്കണം ചെയ്യേണ്ടത്. കുറഞ്ഞത് 4 പാസെങ്കിലും വേണം. ഇവിടെ നിന്ന് ഒരു ഒറ്റയടി അടിച്ച് മറ്റേ ലോങ് ഗോളൊന്നും വേണ്ട നമുക്ക്. ഷോർട്ട് ഗോളുകൾ മതി. റെഡിയല്ലേ? മൊത്തം 8 ബോളുണ്ട്. ഇത് 8 ബോളും 120 സെക്കൻഡിനുള്ള അവിടെ എത്തിക്കുക. 8 ബോളും 120 സെക്കൻഡ്. റെഡിയല്ലേ? അപ്പോ ഗെയിം തുടങ്ങുന്നു. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. 1 പാസ് പോട്ടെ. രണ്ടാമത്തെ അടി ഒറ്റയടിക്ക് പോയല്ലോ ദൈവമേ. അത് ഓടിവാ. ഇനിയിപ്പോ അടുത്തതെടുക്ക്.
കുറഞ്ഞ പക്ഷം 4 പാസ്സെങ്കിലും ചെയ്യണം കേട്ടോ. പയ്യെ പാസ് ചെയ്ത് കൊടുക്ക്. അത് മതിയല്ലോ. ഇനി അടുത്തത് നിങ്ങൾ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നന്നായിട്ട്. അതെ, ഈ കാലിലേക്ക് ഇട്ട് കൊടുത്താലാണ് അടിക്കാൻ പറ്റുള്ളൂ. കൊലുവേ എടുത്തു വെച്ചിട്ട് വാ, ഓടി വന്ന് ഇവിടെ നിൽക്ക്. 30 സെക്കൻഡ് ആയിട്ട് നമുക്ക് ഈ 8 തീർക്കണം. നന്നായിട്ട് കൈയടിച്ചേ. അതാ ഈ ബോൾ എടുക്ക. ഇനിയിപ്പോ എടുത്തോ. ഇങ്ങോട്ട് തട്ട്. ഇനിയിപ്പോ ജയ്സൺ ചേച്ചി 3 ബോളുകൾ അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ബാലൻസ് ഇവിടെ ഇരിക്കുകയാണ്. വേം വാ. സമയം പോണു. പയ്യെ തട്ട്. ഞാൻ പറഞ്ഞു കേട്ടോ, 4 പാസ്സെങ്കിലും ചെയ്തിട്ടുണ്ടാവണമെന്ന്. 4 തവണയെങ്കിലും പാസ് ചെയ്യണം. പയ്യെ. ഇനി അടുത്തത് സൗമ്യ ചേച്ചിയാണ്. അടിപൊളി. ജയശ്രീ ചേച്ചിനെ കൊണ്ട് പരമാവധി ഗോൾ എടുപ്പിക്കാൻ ശ്രമിക്കുക. ഇത് എടുത്തോ. 4 പാസ്സെങ്കിലും കൊടുക്കണം കേട്ടോ. 4 പാസ്സെങ്കിലും കൊടുക്കണം. കള്ളക്കളി കളിക്കരുത്. ഇനി അടുത്ത സൗമ്യ ചേച്ചിയല്ലേ വരട്ടെ. സൗമ്യ ചേച്ചി ഇങ്ങോട്ട് തട്ടി കൊടുക്ക്. ഓക്കെ, ഇവിടെ വാ. എന്നിട്ട് ഇതിൽ നിർത്തോ. സൗമ്യ ചേച്ചി എപ്പോഴും ഈ ചേച്ചിയുടെ കാലിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. ഈ ചേച്ചിയാണ് ഗോൾ അടിക്കുന്നത്. റെഡിയല്ലേ? ഓടിച്ചല്ലേ. ഇനി ഈ ചേച്ചിയുടെ കാലിലേക്ക് തട്ടി കൊടുക്കുക. സൗമ്യ ചേച്ചി ഈ ചേച്ചിയുടെ കാലിലേക്ക് പയ്യെ അങ്ങനെ തന്നെ. ഇനി ചേച്ചി അങ്ങോട്ട് തട്ടി കൊടുക്കും. ഇനി സൗമ്യ ചേച്ചി അത് ഗോളായി. ഓക്കെ. ഇവിടെ മെസ്സി പോലും ഇങ്ങനെ ഗോൾ അടിച്ചിട്ടില്ല. അതിലും വലിയ ഗോളുകൾ അവരടിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡി? സമയം തീരാറായി. പയ്യെ ഒറ്റയടി അടിക്കല്ലേ. ആ ബോൾ തിരിച്ചെടുത്തുണ്ടോ? അത് ഒറ്റയടി അടിച്ചു. ആ ബോൾ തിരിച്ചെടുത്തുണ്ടോ? കാലുകൊണ്ട് വേഗം ചെല്ല്. ഇങ്ങോട്ട് തട്ട്. ഇങ്ങോട്ട് തട്ട്. വേഗം. എന്നിട്ട് ഇവിടുന്ന് കളിച്ചോ. ഗോളടിക്ക്. പുറത്തേക്ക് പോയി. വേഗം ഗോളടിക്ക്. എടുക്ക്. ഗോളടിക്ക്. സമയം തീരാൻ പോണു. ഗോളടിക്ക്. ഇനി ഇതേ അവസാന പന്ത്. അവസാന നിമിഷങ്ങൾ വേഗം കൊണ്ടുപോക്കോ. അവസാന നിമിഷങ്ങൾ. 4 പാസ്സെങ്കിലും ചെയ്യുക. അങ്ങോട്ടല്ല, ഈ കാലിലേക്ക് കൊടുക്ക്. സൗമ്യ ചേച്ചിയുടെ ചാൻസ്. സൗമ്യ ചേച്ചി ഈ ചേച്ചിക്ക് പാസ് ചെയ്യും. പയ്യെ. അതന്നെ. ഇനി ഗോളടിക്ക്. ഗോൾ! 120 സെക്കൻഡ് എത്തുന്നതിന് മുമ്പേ 8 ബോളുകളാണ് ഇവർ അവിടെ എത്തിച്ചിരിക്കുന്നത്. ജയശ്രീ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നു 1000 രൂപ. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ജയശ്രീ ചേച്ചിക്ക് 1000 രൂപ സ്വന്തമായി കിട്ടിയിരിക്കുകയാണ്. അതിന്റെ പങ്ക് പറ്റാൻ സൗമ്യ ചേച്ചിയും. സയാമീസ് ഗോളിൽ 500 രൂപ മേടിച്ചോളാം കേട്ടോ, ഒന്നും നോക്കണ്ട. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. Welcome back to C Kerala Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. ജയശ്രീ ചേച്ചി അടിപൊളിയായാലോ? 1000 രൂപ കിട്ടിയല്ലോ. സന്തോഷം. ഞങ്ങൾക്ക് സന്തോഷം അല്ലേ? ആ സന്തോഷത്തിലേ ജയശ്രീ ചേച്ചിക്ക് ആരാമുത്തേ ഒരു പാട്ട് പാടി കൊടുക്കണേ. ആണോ? ജിബിൻ ബ്രോ ഒരു പാട്ട് പാടി തരാന്നുണ്ട്. അത് കേട്ടിട്ട് 1000 രൂപ തരാം. പോരെ? ജിബിൻ പാട്ട് പാടാൻ പോവാണ്. നമസ്കാരം ജിബിനെ. നമസ്കാരം. പാട്ടുപാടാൻ കൂട്ടുകാർ തള്ളി വിടണോ അല്ലെ? നാണിച്ചോ? ഈ പെൺകുട്ടികൾക്ക് ഇല്ലല്ലോ ഇത്രയും നാണോ. എന്നാ മുത്തേത്? എന്ത് ചെയ്യുന്നു ജിബിൻ? എനിക്ക് നാട്ടിൽ പണിയാ. ആണോ? അടിപൊളി പണിയൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കാണ്. കുഴപ്പമില്ലാതെ. ഓക്കെ, എന്നാ നമ്മുടെ 1000 രൂപ സ്വന്തമായിട്ട് എടുക്കുന്ന ജയശ്രീ ചേച്ചിക്ക് വേണ്ടിട്ട് ഒരു നല്ല പാട്ട് പാടി. വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം വിടരല്ലേ മണിമുത്തേ കൺമണി, മാരത്തൂരക്കാവിനോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരണം വിൺമണി, ആഴിത്തിരമാല പോലെ കാറ്റിലാടി നീന്താ, പീളിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീന്താ, തനിയൻ കനവിതളായി നീവാ, കനിയേൻ പുതുമലരായി നീവാ.
അടിപൊളി മച്ചാനെ, അതിഗംഭീരമായിട്ട് പാടിയില്ലേ? നല്ലൊരു കൈഡി കൊടുത്തേ അവിടെ. എനിക്ക് തോന്നുന്നു 1000 രൂപയേക്കാൾ വലിയ സമ്മാനം ഇപ്പൊ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടിയത് അല്ലേ? ജയശ്രീ ചേച്ചിക്കുള്ള 1000 രൂപ നമ്മൾ കൊടുക്കുകയാണ്. മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. ജയശ്രീ ചേച്ചിക്കുള്ള അടുത്ത ഗെയിമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 2000 രൂപയുടെ റൗണ്ട് അഥവാ രണ്ടാമത്തെ റൗണ്ട്. ഓക്കെ, ഇത് 2000 രൂപ കയ്യിൽ കിട്ടുകയല്ല, 3000ത്തിലേക്കുള്ള എൻട്രി ഗെയിമാണ്. അപ്പോൾ 100 സെക്കൻഡിലുള്ള ഏതെങ്കിലും ഒരു ഗെയിം ആയിരിക്കും. അത് കഴിവ് തെളിയിച്ചാൽ നമുക്ക് 3000ത്തിലേക്ക് കടക്കാം, 3000 സ്വന്തമാക്കാം. റെഡി? നമുക്ക് ലോട്ട് എടുത്താലോ? വാ. ഈ ഗെയിം എന്ന് പറയുന്നതേ, നിങ്ങൾ തൊഴിലുറപ്പിന്റെ വിശ്രമവേളകളിൽ പന്ത് കളിയൊക്കെ കളിക്കാറുണ്ടോ? ബോൾ എറിയുക അങ്ങനെയുള്ള ചെയ്യാറുണ്ടോ? ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് അതുപോലത്തെ തന്നെ ഒരു ഗെയിമാണ്. പറക്കും പന്തേ എന്നാണ് ഈ ഗെയിമിന്റെ പേര്. ഈ ഗെയിം എന്താന്ന് വെച്ചാലേ, ബലൂൺ വീർപ്പിക്കാറുണ്ടല്ലോ, ബലൂൺ വീർപ്പിക്കാൻ തരും. കുറച്ച് ബോളുകൾ നമ്മളിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഈ ബലൂൺ വീർപ്പിക്കുക, അതിന്റെ കാറ്റുകൊണ്ട് ബലൂണുകളെ പറപ്പിക്കുക, അതാണ് ഗെയിം. അതുകൊണ്ടാണ് അതിനെ പറക്കും പന്തേ എന്ന് പേരിട്ടത്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ കളി ജയശ്രീ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും എത്ര? 2000ത്തിലേക്കുള്ള 3000ത്തിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ കൊടുക്കുന്നത്, 2000 രൂപയല്ല. ആരും തെറ്റിദ്ധരിക്കണ്ട. നല്ലൊരു കൈഡി കൊടുത്തേ. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇവിടെ ഇപ്പോ എന്റെ മുമ്പിൽ പല നിറത്തിലുള്ള ബോളുകൾ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറത്താൻ പോവാണ്. പറത്താൻ പോകുന്ന ആളുടെ പേര് ജയശ്രീ എന്നാണ്. എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. നമസ്കാരം. ഈ ഇരിക്കുന്ന ബലൂണുകൾ എടുക്കുക, വീർപ്പിക്കുക, നന്നായിട്ട് വീർപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ആ കാറ്റ് ഉപയോഗിച്ച് ഇതെല്ലാം ഓരോന്നോരോന്നായി പറത്തുക. 100 സെക്കൻഡ് സമയമുണ്ട്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഒരുപാടൊന്നും വേണ്ട. ഇതിൽ നിന്നൊരു 8 എണ്ണത്തിന് പറത്തി കഴിഞ്ഞാൽ നമ്മൾ 3000ത്തിലേക്ക് എത്തിക്കാം, 3000ത്തിന്റെ റൗണ്ടിലേക്ക് എത്തിക്കാം. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഗെയിം തുടങ്ങാൻ പോവാണ്. ജയശ്രീ ചേച്ചി ഒരു ബലൂണൊക്കെ എടുത്ത് കൈ പിടിച്ച് റെഡിയായി നിന്നോ. എടുത്തോ. ഓക്കെ, നമ്മൾ ഗെയിം തുടങ്ങുന്നു. Ready, 1, 2, 3, start. വീർപ്പിക്കട്ടെ. അടിപൊളി. ഇനി അതിന്റെ എയർ ഉപയോഗിച്ചിട്ട് ഇത് പറത്താൻ പറ്റുന്നതൊക്കെ 8 എണ്ണം കേട്ടോ. 1. അത് വീണ്ടും വീർപ്പിച്ചോ, ഒരു ബലൂൺ മതിയല്ലോ. അത് പൊട്ടാണെങ്കിൽ നമുക്ക് അടുത്തെടുക്കാം. ഓക്കെ, സൂപ്പർ. അതുപോലെ വരട്ടെ. ഇതറിഞ്ഞാണെങ്കിൽ ചേച്ചി വീട്ടിൽ നിന്ന് ഒരു സൈക്കിൾ പമ്പും കൊണ്ടുവന്നേനെ. നമ്മളിതൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചമ്മിപ്പോയി. ഇപ്പൊ എന്തായാലും 3 എണ്ണം തെറിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 8 എണ്ണം വേണ്ടത്. അശ്വടാ, സാറില്ല, അത് എന്റെ കൃത്യം സെന്റർ നോക്കി ചെയ്യും. ഈ കൂട്ടത്തിലൊക്കെ അടിക്കുക, അപ്പൊ ഏതെങ്കിലുമൊക്കെ തെറിച്ചു പോകും. ഇതിൽ കൂടുതലൊക്കെ 4 എണ്ണം പോയിട്ട് 4 എണ്ണം പോയി. അടുത്തത്. ഓക്കെ. വല്ല കാര്യം ഉണ്ടായിരുന്നു അതിന്റെ ഉള്ള ഏറ് പോലെ. അതിനകത്തേക്ക് മാറിക്കോ. താങ്കളുടെ സൗകര്യാർത്ഥം എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ധൈര്യമായിട്ട് ചെയ്തോ, ഒന്നും നോക്കണ്ട. പോട്ടെ. അച്ചോടാ, വെറുതെ കാറ്റ് വെറുതെ ആയി പോയല്ലോ. വേഗം ആയിക്കോട്ടെ കേട്ടോ. 4 പോയുള്ളൂ. ഇനി 4 കൂടി നമുക്ക് പറപ്പിക്കണം. ചെയ്തോ. നടക്കും. നടക്കാനുള്ളതാണല്ലോ അത്. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. അതെ, ആ ബോളിലേക്ക് തന്നെ അത് കൊള്ളിക്ക്. 50 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. ഇനി 50 സെക്കൻഡേ ഉള്ളൂ. ഒന്ന് അപ്പുറത്തേക്ക് കിടന്ന് നിന്നിട്ട് നോക്കി. അപ്പുറത്തിരിക്കുന്ന പച്ച ബലൂണിലൊക്കെ ഒന്ന് കറക്റ്റ് അതിന്റെ അടിയിൽ തന്നെ കൊടുത്തു നോക്കി. അതിന്റെ അടിയിൽ തന്നെ. ഒരെണ്ണോടി പോയി. 5 എണ്ണമായി. 5 എണ്ണം. ഇനി 3 എണ്ണം കൂടി നമുക്ക് വേണം. 3 എണ്ണം കൂടി കിട്ടും. അതെ, ഏതെങ്കിലും ഒരു ബോളിനെ ഫോക്കസ് ചെയ്ത് ചെയ്യും. ഇതെല്ലാം കൂടി അങ്ങോട്ട് ഒന്നിച്ച് പറപ്പിക്കാൻ നോക്കാണ്. നടക്കുമോ? അതും ഇല്ല താനും അല്ലേ? ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അങ്ങനെ പോരട്ടെ. 2 എണ്ണം അടുപ്പിച്ച്. അത് എന്നോടുള്ള വാശിയാ. 2 എണ്ണം ഒന്നിച്ച് അത് പൊളിച്ചു. ഇനി 1 എണ്ണം കൂടി മതി. വേഗം ആയിക്കോട്ടെ. സമയം പോകുന്നു. എന്നാ ഇത്? കറക്റ്റ് ഒരെണ്ണത്തിന്റെ അടിയില് ഈ ബലൂൺ എടുത്തോ. ബലൂൺ മാറ്റി വെക്കാം, ചിലപ്പോ ശരിയോ. അതന്നെ ചെയ്തോ. ഇനി ഞാൻ ഒരു പുതിയ ബലൂൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അതാണോ പ്രശ്നം നമുക്ക് അറിയില്ലല്ലോ. നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും.
നമ്മൾ ജയശ്രീ ചേച്ചിയെ 3000ന്റെ റൗണ്ടിലേക്ക് കടത്തുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്തേ. 1000 രൂപ സ്വന്തമാക്കി നിൽക്കുന്നു. അടുത്തത് 3000ന്റെ റൗണ്ടിലേക്ക് എത്തി നിൽക്കുന്നു. പൊളിച്ചു. കാശൊക്കെ കിട്ടിയ ആർക്കെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കോ? ചേച്ചി മോനാണോ, മോൻ ചേച്ചിക്കാണോ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കാറ് കൂടുതലും? ഞാൻ മോന് വാങ്ങിക്കൊടുക്കും. ആണല്ലേ? അപ്പൊ ഇത്തവണയും മോനാണോ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്? ഇവിടുന്ന് ഗിഫ്റ്റ് എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? നമുക്ക് ആരോടും പറയണ്ട, ഞങ്ങളോട് പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് കൊടുക്കാം. ഒരു സർപ്രൈസ് ഒക്കെ ആയിക്കോട്ടെ. ആരും കേൾക്കില്ലല്ലോ. അതാണ്. എന്ത് ഗിഫ്റ്റാ വാങ്ങിക്കൊടുക്കാൻ പോകുന്നത്? 1000 രൂപയ്ക്കോ? അല്ല, ആ പള്ളി പെരുന്നാളുണ്ട് ഇവിടെ. ആ മൊത്തം 25000 രൂപ കിട്ടുമ്പോ പൊളിച്ചു. നല്ലൊരു കൈ കൊടുത്തേ. എന്നാ പിന്നെ നമുക്ക് 3000ന്റെ റൗണ്ടിലേക്കുള്ള ആ സംഭവം എടുത്താലോ? ലോട്ട് ഗെയിം എടുത്താലോ? ആ വാ. വീണ്ടും പിതാവിനെയാണ് വിളിച്ചിരിക്കുന്നത്. പിതാവ് എന്ത് പണിയാ കൊടുക്കണേന്ന് നോക്കാം നമുക്ക്. പിതാവ് കൊടുത്തിരിക്കുന്നത് സുദർശനമാല എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഇത് സിമ്പിളാ. നമ്മൾ പണ്ടൊക്കെ ഒരുപാട് റിങ് കളിക്കാറില്ലേ? ഇതിങ്ങനെ റിങ് വീശി കളിക്കാറില്ലേ? അതൊക്കെ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കുപ്പിയൊക്കെ വെച്ച് അതിൽ വീഴ്ത്താനൊക്കെ നോക്കാറില്ലേ? സെയിം ഗെയിം തന്നെ. നമ്മളൊരു കോൺ വെച്ചിട്ടുണ്ടാവും. ആ കോണിലേക്ക് ഈ റിങ് കറക്കി എത്തിക്കുക എന്നുള്ളതാണ് ഗെയിം. അതാണ് സുദർശനമാല. ഉറപ്പായും 3000 രൂപ കിട്ടാനുള്ള ഗെയിമാണ് ഈ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ ഏതെടുത്താലും പത്ത് എന്ന് പറഞ്ഞൊരു കുറേ മാലയൊക്കെ കൈ പിടിച്ച ആൾ നിൽക്കുന്നുണ്ട്. അത് വിൽക്കാനുള്ളതല്ല, ഇതിൽ എറിഞ്ഞിടാനുള്ളതാണ്. ഇതാണ് നമ്മുടെ സുദർശനമാല. ഈ മാലയാണ് നമ്മൾ ഇതിനകത്ത് ഓരോന്നിനും വീഴ്ത്തേണ്ടത്. റെഡിയല്ലേ? 80 സെക്കൻഡ് സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ കാണുന്നത് എല്ലാത്തിലും ഓരോ മാല വീതം വീണിട്ടുണ്ടാവുക. അതാണ് ഗെയിം. ഓക്കെ, അപ്പൊ 2 കൽപ്പിച്ച് പിതാവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ആ സാരല്ലേ, പോട്ടെ, കിട്ടും. അതിൽ വീഴട്ടെ. ആ ഇതെല്ലാ മാലയും ഞാൻ വെക്കാം. 1. എല്ലാ മാലയും ഞാൻ തിരിച്ചെടുത്ത് തരുന്നതായിരിക്കും. ആ പോരട്ടെ, തെറിങ്ങി എറി. 15 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. മാലകളെല്ലാം അടുക്കി വെക്കണ്ടല്ലോ. 2. നല്ല കൈ കൊടുത്തേ. 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൽ എല്ലാത്തിലും ഓരോന്ന് ഇത് എത്തിക്കാന്നുള്ളതാണ്. ആ മൂലക്കയിലേക്ക് എറിഞ്ഞിട്ട് എന്തിനാണ്? അവിടെ ആരുണ്ട്? അപ്പൊ ആ മൂലക്കയിലേക്കായി. അത് ശരി. ഇതെനിക്കെല്ലാം തിരിച്ചെടുത്ത് തരാൻ വേണ്ടിയിട്ടുള്ള എനിക്കുള്ള പണിയല്ലേ ഇത്? എന്നാ പിടിച്ചോ. അതൊന്ന് റെഡി ആക്കിട്ട് ഉന്നം പിടിച്ചിട്ട് എറിഞ്ഞി കിട്ടും. അടിപൊളി. അത് പൊളിച്ചുട്ടോ. അത് ഗംഭീരായിരുന്നു. അങ്ങനെ അത് വീശി. സമയം പോകുന്നു. അടിപൊളി. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ട് 3 ബാലൻസ് ആണ്. 10 9 8 7 6 5 4 3 2 1. 1000 രൂപ കിട്ടി. സന്തോഷമായോ? നാളെ മറ്റേ തൊഴിലുറപ്പിന്റെ പരിപാടിക്ക് പോകുമ്പോ അവർ കളിയാക്കുന്നുള്ള ടെൻഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും കളിയാക്കോ? ആരും കളിയാക്കില്ല കേട്ടോ. ചുമ്മാ ഒരാള് നല്ല അന്തസ്സായിട്ട് മത്സരിച്ചിട്ട് ആരെയും കളിയാക്കോ? ഇല്ല. നല്ലൊരു കൈഡി കൊടുത്തേ. കണ്ട, ഇല്ല എന്നാണ് അവർ പറയുന്നത്. നല്ല കൈഡി ഉണ്ട്. അപ്പോ 1000 രൂപയ്ക്ക് ആഘോഷിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ടാറ്റ, ബൈ. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥിയെ കണ്ടെത്താനുള്ള സമയമാണ്. വീണ്ടും ഇവിടെ ലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ലോട്ടിൽ നിന്നും ഒരാളെ ഞാൻ തന്നെ അങ്ങോട്ട് എടുക്കുകയാണ്. ഇനി സമയം കളയാനല്ലേ, നമുക്ക് വേഗം അടുത്ത ഗെയിമിലേക്ക് പോകണം. ആരാണെന്ന് നോക്കട്ടെ. അടുത്തത് ആനി ജോസഫ്. നമസ്കാരം. എന്താ ചെയ്യുന്നേ ആനി? ഞാൻ +2 പഠിക്കുന്നു. ആണല്ലേ? ഇനി എന്താ ഭാവി ഇന്ദുചൂടന്റെ പ്ലാനുകളൊക്കെ? MBBS എടുക്കണം, എന്നിട്ട് സിവിൽ സർവീസ്. MBBS എടുക്കണം, പിന്നെ സിവിൽ സർവീസ് എടുക്കണോ? ഇതൊക്കെ ഒരാളെ കൊണ്ട് നടക്കുവോ അമ്മേ? പറ്റും. ആണോ? അതെന്താ ഇത് രണ്ടും കൂടി എന്തിനാണത്? MBBS എടുത്ത് ഡോക്ടറായിട്ട് ആരെങ്കിലും മരുന്നൊക്കെ എഴുതി കൊടുത്ത് ചികിത്സിച്ച് അവിടെ ഇരുന്നാ പോരെ? അല്ല, ശരിക്കും സിവിൽ സർവീസ് എടുക്കണമെന്നാ പ്ലാൻ. പക്ഷേ ഡയറക്റ്റ് കിട്ടത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പെട്ടെന്ന് പോയി സിവിൽ സർവീസ് കിട്ടില്ല എന്ന് ഉറപ്പാണ്? ഉറപ്പിച്ചു അത്? അപ്പൊ വിചാരിച്ച് ഏതെങ്കിലും ഒരു ജോബ് എടുത്തിട്ട് സിവിൽ സർവീസിലോട്ട് തിരിയാവുന്ന. ഓ, അപ്പൊ ഡോക്ടറായിട്ട് ഇരുന്നിട്ട് വീണ്ടും പഠിച്ച് IAS ആയി കളക്ടറായി ഭരിക്കാനുള്ള പരിപാടിയാണ്. വൻ പ്ലാൻ ആണ്. ഇങ്ങനൊരു പ്ലാൻ എന്റെ ജീവിതത്തിൽ, എന്റെ പൊന്നോ, ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. വീട്ടിലാരൊക്കെ? അമ്മ,
അച്ഛൻ ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? ആൽബിൻ. എന്താ ചെയ്യുന്നത്? മെക്കാനിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ IAS എടുക്കാനുള്ള പ്ലാനാണോ? ആണോ? ഇല്ല, നമുക്ക് മാത്രമുള്ള അപരാധ്. അപ്പൊ ആരാണ് ആനിക്ക് ഇതിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ? കാരണം ഒരുപാട് വായിക്കണം, പഠിക്കണം, അപ്പൊ അതിനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് അതാരാ? എന്റെ 9th ക്ലാസ് ടീച്ചർ, എന്നെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ച ടീച്ചർ ധന്യ മിസ്. ധന്യ ടീച്ചറോടാണോ ഈ ആഗ്രഹം ആദ്യമായിട്ട് പറയണേ? മിസ്സിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇത് ആദ്യമായിട്ട് നമ്മൾ ടീച്ചറോടൊപ്പം ഇതൊന്നും പറയാണ്ട് എങ്ങനെയാണ് പിന്നെ ടീച്ചർ ഇൻസ്പയർ ചെയ്ത? ടീച്ചർ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ആവാനുള്ള കാരണം? ഞാൻ 8 വരെ അങ്ങനെ വലിയായിട്ടൊന്നും പഠിക്കത്തൊന്നുമില്ലായിരുന്നു. ഞാനും അതിനുശേഷം പിന്നെ 9th കയറിയപ്പോ മിസ് എപ്പോഴും പഠിക്കുന്ന പറഞ്ഞ് പുറകെ നടക്കും. ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ ഉടനെ അമ്മയെ വിളിച്ചിട്ടാണെങ്കിൽ അവൾ എഴുന്നേറ്റ് 4 മണിയാകുമ്പോൾ അമ്മയെ വിളിക്കും. അവൾ എഴുന്നേറ്റ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. എന്നിട്ട് മിസ്സിനോട് സംസാരിച്ചിട്ട് മിസ് ഫോൺ കട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഭയങ്കര കെയറിങ്. അതായത് ആനിയില് നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ആ ടീച്ചറാണ്. അടിപൊളി. നമുക്കപ്പോ ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. 1000 രൂപയാണ് ആദ്യത്തെ സമ്മാനം. ആനിക്ക് എന്തായാലും മത്സരിക്കാൻ പറ്റും, ജയിക്കാൻ പറ്റും. ആനി ആദ്യത്തെ പണി ചോദിച്ചു വാങ്ങാൻ പോവാണ്. നടക്കുക, അവിടെ തന്നെ നിൽക്കുക. ഇതിന്ന് ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുത്ത് നമ്മുടെ കയ്യിൽ തരിക. തോളോട് തോള് ചേരാൻ ഒരാളെ കൂടി കണ്ടെത്തിയാൽ ഈ മത്സരം ആനിക്ക് മത്സരിക്കാം. മത്സരത്തിന്റെ പേര് തോളോട് തോൾ. ഈ ഗെയിം ആനിയുടെ കാലുകൾ ചെറുതായി ബന്ധിച്ചിട്ടുണ്ടാകും. അതായത് കെട്ടിയിട്ടിട്ടുണ്ടാവും. ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നുമല്ല, നടക്കാം. എന്നാലും ഒരു ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് നടക്കരുതല്ലോ എന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടെ ഒരു കൂട്ടുകാരത്തിനെ വിളിക്കുന്നു. ആളിങ്ങനെ ഷോൾഡർ ചേർന്ന് നിൽക്കണം. നമ്മളിവിടെ ഒരു ബോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി തരും ഒരു പാത്രത്തിൽ. അത് രണ്ടാളും കൂടി അതിങ്ങനെ പയ്യെ നടന്ന് പോയിട്ട് അവിടെ ഡംപ് ചെയ്യണം. അവിടെ നമ്മുടെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ഒരു ബോൾ ഇട്ടാ പോരാ. 120 സെക്കൻഡാണ് സമയം. അപ്പോൾ കുറച്ചധികം ബോൾ ഇടേണ്ടി വരും. റെഡിയാണോ? 120 സെക്കൻഡിനുള്ളിൽ 1000 രൂപ സ്വന്തമാക്കാൻ ആനി റെഡി. മത്സരം തോളോട് തോൾ. ആനി ജോസഫ് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. കൂടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. കൂട്ടുകാരിയുടെ പേര് ചോദിക്കട്ടെ. എന്താ പേര്? പ്രവീണ. ഇവര് രണ്ടുപേരും ചേർന്നാണ് ആദ്യത്തെ മത്സരം ഇവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അവര് ഷോൾഡറിൽ ഒരു സംഭവം ബാലൻസ് ചെയ്തൊക്കെ വെച്ചിട്ട് കാല് കെട്ടിയിട്ടിട്ടുണ്ട്. അത് ആനിയുടെ മാത്രം. ഒപ്പം കുറച്ച് ബോളുകളുണ്ട്. ഈ ബോളുകൾ അതിനകത്ത് എത്തിക്കുക, ആ ബാസ്ക്കറ്റിൽ എത്തിക്കുക. മനസ്സിലായില്ലേ ഗെയിം? 10 ബോളുകൾ ആ ബാസ്ക്കറ്റിൽ എത്തിക്കണം. എത്ര? 10 ബോളുകൾ. റെഡി? സമയം ഇവിടെ ആരംഭിക്കുന്നു. റെഡി? 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. അടിപൊളി. നന്നായിട്ട് കൈയടിച്ചോ. കൈയടിക്കുക. അടിപൊളി. പോരട്ടെ. ഇനി പയ്യെ മൊല്ലമ അതിൻ്റെ ഉള്ളിലേക്ക്. അടിപൊളി. നല്ല കൈയ്യടി കൊടുത്തേ. സിമ്പിളായിട്ടാണ് കളിച്ചിരിക്കുക. അത് രസമുണ്ടല്ലോ. അടുത്തത് വെച്ചോ. രണ്ടാമത്തെ ബോൾ പോട്ടെ. 120 സെക്കൻഡിനുള്ളിൽ 10 ബോളുകളാണ് നമുക്ക് അവിടെ എത്തിക്കേണ്ടത്. 10 ബോളുകൾ. പോരട്ടെ. അയ്യോ, ഭാഗ്യം. അതിന്റെ ഉള്ളിൽ തന്നെ വീണു. വേവാ. അടുത്തത്. അതെ, കൂട്ടുകാർ തിരിച്ചു പോകുമ്പോൾ കൂട്ടുകാരത്തിനെ കൊണ്ടുപോട്ടോ. ആള് കഷ്ടപ്പെട്ടാണ് അവിടം വരെ വരുന്നത്. പോട്ടെ. മൂന്നാമത്തെ. നന്നായിട്ട് കൈയടിച്ച്. അടിപൊളി. പോരട്ടെ. മൂന്നാമത്തെ ബോൾ. പോരട്ടെ. അടിപൊളി. മൊത്തം 10 എണ്ണമാണ്. മൊത്തം 10 എണ്ണമാണ് നമ്മൾ അവിടെ എത്തിക്കേണ്ടത്. അത് മനസ്സിലുണ്ടാവുക. സമയമുണ്ട്. ഓക്കെ, പോരട്ടെ. 3 എണ്ണമായിട്ടുണ്ട്. 4ാമത്തെയാണ് ഇവരിവിടെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കറങ്ങട്ടെ. അങ്ങോട്ട് പോരട്ടെ. അടിപൊളി. വീണ്ടും. സിമ്പിളായിട്ട് പറ്റും. 60 സെക്കൻഡ് സമയമുണ്ട്. ഇനി 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ 5 എണ്ണം. കറക്റ്റ് പ്ലാനിങ്ങാ. വേറെ ടെൻഷനൊന്നുമില്ല ഇതിനകത്ത്. ഇവര് സ്മൂത്ത് ആയിട്ടാണ് ഈ ഗെയിം കൊണ്ടുപോകുന്നത്. ഒരെണ്ണം പോലും പുറത്തേക്ക് പോകണില്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കണേ. 3 പന്തുകൾ എത്തിച്ചാൽ മതി, ഇവര് വിജയിക്കും. നിങ്ങളെ ആവേശം കൂടുതൽ കൊടുത്തേ. നന്നായിട്ടൊന്ന് ആവേശം കൊടുത്തേ. അതന്നെ, നന്നായിട്ടൊന്ന് ആവേശം കൊടുത്തേ. ഓക്കെ. 2 30 സെക്കൻഡ് ബാക്കി. 30 സെക്കൻഡാണ് ബാക്കിയുള്ളത്. 2 ബോളുകളാണ് ഇവരിവിടെ എത്തിക്കേണ്ടത്. 2 ബോളുകൾ. അടിപൊളി. ഇനി ലാസ്റ്റ് ഒറ്റൊരു ബോൾ കൂടെ എത്തിച്ചാൽ മതി. 15 സെക്കൻഡ് സമയമുണ്ട്. അല്പം കൂടി കഴിഞ്ഞ കൗണ്ട് ഡൗൺ തുടങ്ങും. പക്ഷെ 15 സെക്കൻഡ് സമയം. ഇവരിത് തീർത്തു. ഇനി കൗണ്ട് ഡൗൺ ഒന്നും വേണ്ട. വേഞ്ചല് ധൃതി വേണ്ട. വേഞ്ചല്. കൗണ്ട് ഡൗൺ. 10 9
8 7 പൊളിച്ചു. അപ്പോ ആനിക്ക് 1000 രൂപ കൊടുക്കുന്നതിന് മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അപ്പോ ആനി 1000 രൂപ കിട്ടിയിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിൽ ആനി ഒരു പാട്ട് കേട്ടോളൂ നമുക്ക്. അപ്പൊ നല്ല രസമായിരിക്കും അടുത്ത ഗെയിമിലേക്ക് പോവാൻ. ഓക്കെ, ആനിക്ക് 1000 രൂപ കിട്ടിയ സന്തോഷത്തിൽ പാട്ട് പാടാൻ പോകുന്ന ആളുടെ പേരെന്താ? പേര് സ്റ്റീഫൻ. സ്റ്റീഫൻ, ഇത് എന്ത് പറ്റി പോനെ കൈ? ബൈക്ക് ആക്സിഡന്റ്. ആണോ? ഒറ്റയ്ക്ക് പോയപ്പോഴാണോ? എന്നിട്ട് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് സീനാണോ? എന്താ പറയുന്നേ? ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 1.5 വർഷമായി. 1.5 വർഷമായോ? അത് ഒരു ഓപ്പറേഷൻ കൂടെ ഉണ്ട്. മൊത്തം 2 ഓപ്പറേഷൻ ആണോ പറഞ്ഞിരിക്കുന്നത്? അതുകൂടെ കഴിഞ്ഞ് ഇനിയും 2 വർഷം ഫിസിയോതെറാപ്പി ചെയ്യണം. അയ്യോ, അത്രയ്ക്ക് സീനാണോ? ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോ ചെറിയ ഒരു കൈ ഒടിക്കലാന്ന് വിചാരിച്ചേ. ഞരമ്പ് പൊട്ടി പോയതാ 5 എണ്ണം. എന്താണ്? 5 ഞരമ്പ് പൊട്ടി പോയതാ. ഓ, അമ്മാതിരി പണി കിട്ടിയായിരുന്നു. അത് ശരി. അപ്പൊ ഇത് ഒരുപാട് കാശായി ഉണ്ടാവുമല്ലോ ഈ ഇതിന്? ആദ്യത്തേന് 3 ലക്ഷമായി, രണ്ടാമത്തേന് 3.5 പറയുന്നത്. 3.5 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് എന്നിട്ട് അതിനുള്ള സംഭവം എങ്ങനെയാ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തത്? ആദ്യത്തെ കൂട്ടുകാരും പള്ളിയിൽ നിന്ന് കൂടെ ആയിരുന്നു സഹായിച്ചത്. ഓക്കെ. രണ്ടാമത്തേന് ഇപ്പോൾ ശകലം ഡൗൺ ആണ്, ഈ പ്രളയമൊക്കെ വന്ന കാരണം. ഓക്കെ, അപ്പോ എന്താ ചെയ്യുന്നത് സ്റ്റീഫൻ? എനിക്ക് ഫാബ്രിക്കേഷൻ വർക്കായിരുന്നു, അലൂമിനിയം. ആണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പാട്ട് പഠിക്കാൻ വന്നാണ് പെട്ടെന്ന്. എന്തായാലും സ്റ്റീഫനെ ആർക്കെങ്കിലും സഹായിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാം. നല്ലൊരു ഗായകനാണ്, നമുക്കൊരു പാട്ടൊക്കെ പാടിത്തരും. ഇപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഒരു പേഴ്സണൽ സ്നേഹത്തിൻ്റെ പുറത്ത് പറയുകയാണ്, ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ഒന്ന് ബന്ധപ്പെടുത്തിയാൽ മതി. അല്ലേ, ദർശനേനെ കൊടപ്പനയിലുള്ള ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഉഷാറാവും, ധൈര്യമായിട്ടിരി കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് ആ പാട്ട് എന്തായാലും പാടിക്കോ, ഇനി ഒട്ടും വൈകണ്ട. റെഡി? മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോവരുതേ നീ, നാടിൻ്റെ വെട്ടം കളയരുതേ. നിഴലുപോൽ പട്ടി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. അരെ വാ, ഗംഭീരം, അതിഗംഭീരം. നല്ലൊരു കൈയടി കൊടുത്തേ. സ്റ്റീഫന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ അനിയൻ. അനിയൻ എന്താ ചെയ്യുന്നത്? വെൽഡിങ്ങിന്റെ വർക്കാണ്. അച്ഛനോ? ഇപ്പം അങ്ങും പോകുന്നില്ല, അച്ഛനെ ഷുഗറും പ്രശ്നമൊക്കെ ഉള്ള കാരണം വീട്ടിൽ തന്നെ. ആണല്ലേ? ഇപ്പൊ ഈ പ്രളയമൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പ്രശ്നമായി അല്ലേ? ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഒന്നിച്ചു നിൽക്കുന്നു. ഇപ്പോൾ ദാ സി കേരളവും ഒന്നിച്ചു നിൽക്കുന്നു. നമ്മുടെ സ്റ്റീഫന് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, എന്തെങ്കിലും സഹായം എല്ലാവരും ചെയ്യണം എന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് കൊടപ്പനയിലെ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ബന്ധപ്പെട്ടാൽ മതി. എല്ലാം ഉഷാറാവും. ഒന്ന് ചിരിച്ചേ, അത്രേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇനി ആനി ജോസഫിന് ആദ്യത്തെ 1000 രൂപ കൊടുക്കാനുള്ള സമയമാണ്. തന്നാലോ? ഓ, ആയിക്കോട്ടെ. ആനിക്കുള്ള 1000 രൂപ കൊടുക്കുന്നു. കയ്യടി പോരാ. സന്തോഷായില്ലേ? ഓക്കെ, ആനി, അപ്പോൾ ഇനി നമുക്കുള്ളത് 2000ന്റെ റൗണ്ടാണ്. അതായത് ആനയുടെ 2ാം റൗണ്ട്. ഈ 2ാം റൗണ്ട് എന്ന് പറയുന്നത് 3000ലേക്കുള്ള എൻട്രിയാണ്. ഓക്കെ, ഇത് ഗംഭീരമായിട്ട് മത്സരിച്ചാൽ 3000-ലെത്തുകയും 3000 ജയിച്ചാൽ 3000 ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും IAS. കേട്ടല്ലോ? റെഡി അല്ലേ? നമുക്ക് ഗെയിം എടുത്താലോ? ലോട്ട് എടുക്കാം. വാ, ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. ആനിയുടെ അടുത്ത റൗണ്ട് ഗോലിയും പന്തും. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗോലി തരും, അവിടെ പന്തിരിപ്പുണ്ടാവും. 100 സെക്കൻഡ് സമയമുണ്ട് നമ്മുടെ കയ്യിൽ. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 6 ബോളുകൾ തട്ടിത്തെറിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3000ന്റെ റൗണ്ടിലേക്ക് എത്തും. മനസ്സിലായല്ലോ ഗെയിം? റെഡി അല്ലേ? തുടങ്ങാം.
അപ്പോ ആനി രണ്ടാം റൗണ്ട് തുടങ്ങുന്നു. 1 2 3 സ്റ്റാർട്ട്. അതെങ്ങോട്ടാ പോയത്? നേരെ പോട്ടെ, നേരെ നേരെ. അത്രേ ഉള്ളൂ. 1 2. ആദ്യത്തെ ചുമ്മാ എന്നെ പറ്റിച്ചാണല്ലേ. 2 പോയി 3 3 ഉന്നം വെച്ച് നിങ്ങട്ടാണ്. 4 ആയിട്ട് എന്തായാലും 4 പയ്യെ അത്രയും ബൗൺസ് ചെയ്യേണ്ടത്. ഓട്ടെ, ശ്രമിക്കും. കിട്ട്. 5 ആയി. 5 ഇനി ഒരെണ്ണം കൂടി മതി. അയ്യോ പാവം. കുറച്ചും കൂടി. 6ാമത്തെ ലാസ്റ്റ് വൺ. കിട്ട്. അത് വീണേനെ പോ. അത് ഒരുപാടായിപ്പോയി. വേറെ വിരൽ യൂസ് ചെയ്ത് നോക്കി. അത് തന്നെ. അത് പറ്റില്ല. എന്നാ കംഫർട്ട് ലെവലിൽ നോക്കിക്കോ, അതാ നല്ലത്. ആനി അങ്ങനെ 3000ന്റെ റൗണ്ടിലേക്ക് എത്തിയേക്കാണ്. സന്തോഷായില്ലേ? ഇപ്പൊ ടെൻഷനൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞില്ലേ? വന്നപ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പോഴോ ഓക്കെയാണ്. അപ്പൊ ഇനി അത് കൂടുതൽ ഉഷാറാവും. എന്തായാലും നമ്മുടെ മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്നും കൂടി ഉഷാറാക്കാൻ ഈ നാട്ടിലെ ചേച്ചിമാര് ഒരു പെർഫോമൻസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൽക്കളി ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ട് ആഘോഷിച്ചിട്ട് വരാം. അതൊരു ഗംഭീര പെർഫോമൻസ് ആയി പോയല്ലോ. കാരണം കോൽകളി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് ടോട്ടലി ഡിഫറെൻറ്റ്. കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. താളം, ബഹളം എല്ലാവരും ആഘോഷിച്ചു. ഒരിക്കൽ കൂടി അതിന് നല്ലൊരു കൈഡി കൊടുത്തേ. അപ്പോൾ ഇനി നമുക്ക് ഉറപ്പായും കിട്ടുന്ന 3000ന്റെ ഗെയിമിലേക്ക് കിടക്കണം. റെഡിയല്ലേ? ഗെയിം എടുത്താലോ? എന്നാ വാലോട്ട് എടുക്കാം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തോ. ഈ ഗെയിമിന്റെ പേര് ആഞ്ഞ് കടി എന്നാണ്. സംഭവം വേറൊന്നുമില്ല. നമ്മള് ഒരു മഞ്ഞ ബോളില്ലേ, സ്മൈലി, ആ ബോൾ തരും. അത് കടിച്ചു പിടിച്ചിട്ട് നമ്മളൊരു അല്പം ഹൈറ്റില് ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് ഇങ്ങനെ ഊതി അതിലേക്ക് ഇടുക. അതാണ് ആ ഗെയിം. ആനിക്ക് 3000 രൂപ സ്വന്തമാക്കാനുള്ള ഗെയിം ആഞ്ഞ് കടി. ഈ ബോൾ കടിച്ചു പിടിച്ചതാ ഇവിടെ വന്ന് നിൽക്കുക, എന്നിട്ട് ദാ ബാസ്ക്കറ്റിന്റെ ഉള്ളിൽ എത്തിക്കുക. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ 6 എണ്ണം അതിനുള്ളിൽ എത്തിച്ചാൽ ആനിക്ക് 3000 രൂപ സ്വന്തം. തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്.
ഒന്ന് നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് നിങ്ങളിങ്ങനെ ഓടി വാ അടുത്തയിലേക്ക് വെക്കോ പോരട്ടെ അതെ ചാടുന്നതിന് മുമ്പേ നമ്മൾ അത് വിടുകയാണ്. അതൊന്ന് അതിന്റെ ഉള്ളിൽ എത്തിക്കാൻ പറ്റുമെന്ന് നോക്ക്. ഇവിടെ നിന്നിട്ട് 10 സെക്കൻഡ് കഴിഞ്ഞു. സൂപ്പർ അടിപൊളി 2 കടിച്ചെടുക്ക്. കൈ കൊണ്ട് കടിച്ചെടുക്ക്. കൈ യൂസ് ചെയ്യല്ലേ കേട്ടോ, കടിച്ചെടുക്ക്. 30 സെക്കൻഡ് ആയിട്ട് കൈ കൊണ്ടെടുക്കല്ലേ. കടിച്ച് അങ്ങനെ തന്നെ. അത് തന്നെ. 3 ഒരെണ്ണം കൂട്ടൂല കേട്ടോ, കാരണം അത് കൈകൊണ്ടെടുത്തു. പോരട്ടെ. അത് കുഴപ്പമില്ല, അതൊന്നും വീഴില്ല. അതൊക്കെ റെഡിയാ. ഓക്കെ, 50 സെക്കൻഡ് സമയമായിട്ടുണ്ട്. അച്ചോടാ, അത് അപ്പുറത്ത് കൂടെ 50 സെക്കൻഡ് സമയം. 60 സെക്കൻഡ് സമയമായി. 60 സെക്കൻഡ് സമയമായി. ഇനി 20 സെക്കൻഡ് സമയമാണ് കയ്യിലുള്ളത്. 20 സെക്കൻഡ് ആണ് ഉള്ളത്. 20 സെക്കൻഡ്. ഓക്കെ, അടുത്തത് പോരട്ടെ. 15 സെക്കൻഡ്. 10 9 8 7 6 5 4 3 2 1. ജസ്റ്റ് മിസ്സാണല്ലോ. അപ്പോ ആനിക്ക് ഇനി 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോകാം. ഒപ്പം നമ്മൾ 2 സമ്മാനം കൂടി തരുന്നുണ്ട്. ഒന്ന്, ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. നല്ലൊരു കൈയടി കൊടുത്തേ. അതോടൊപ്പം തന്നെ ക്വാൻലി ഇന്നർവെയർ നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം. സന്തോഷമായില്ലേ? എന്തായാലും ആനിയുടെ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. MBBS എടുത്ത് ഡോക്ടർ ആവുക, അതിനുശേഷം IAS പഠിച്ച് കളക്ടർ ആവുക. അങ്ങനെ കളക്ടറായിട്ട് ആനി എറണാകുളം ജില്ലയിലെ കളക്ടറായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ ജാഗ്വാർ കാറിൽ വന്നിറങ്ങും. എന്നിട്ട് ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം മിസ് ആനി ജോസഫിന് എന്ന് ചോദിക്കും. അപ്പൊ ഓർമ്മയില്ലെന്ന് പറയൂ? ഓർമ്മയില്ലെന്ന് പറയോ? അത് ഓർമ്മയില്ലാന്ന് പറയണം, അപ്പോഴാണ് എനിക്ക് ബാക്കി ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ എന്തായാലും നല്ല ഒരു കൈയടി കൂടി കൊടുത്ത് നമുക്ക് ആനീനെ ടാറ്റയാക്കാം. ടാറ്റ. അപ്പോൾ നമ്മുടെ മറ്റൊരു അതിഗംഭീര എപ്പിസോഡ് കൂടി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചിലപ്പോൾ നാളെ നിങ്ങളുടെ നാട്ടിലാവാം ഇതുപോലെ സി കേരളം സൂപ്പർ ബമ്പർ എത്തുക. ഇന്ന് കൊടുപ്പനയായിരുന്നു. ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഹാപ്പി സീനാണ്. അടിപൊളിയാക്കി തന്നു ഈ നാട്ടുകാർ, പ്രത്യേകിച്ച് ഇവിടുത്തെ ദർശന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ അംഗങ്ങൾ. കാരണം വലിയ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് ആഘോഷമായിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ പരിപാടി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ അടുത്ത ഒരു പരിപാടിയായിട്ട് നാളെ വീണ്ടും കാണാം. തൽക്കാലം സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നിന്നും മിഥുൻ പറയുന്നു ഗുഡ് ബൈ.